ഞാൻ ഡെസ്ക് സെറ്റ് ചെയ്ത സമയത്ത് ഫോണിൻ്റെ ചാർജർ കണക്ട് ചെയ്യാനും ലാപ്ടോപ്പിൻ്റെ ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പവർ സോക്കറ്റ് കൊടുത്തിരുന്നു. അത് ഡെസ്കിനൊരു ക്ലീൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഡെസ്കിൻ്റെ അടിയിലായിരുന്നു ഞാനത് കൊടുത്തത്. ഒരു ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് ഒട്ടിച്ചു. പക്ഷേ അത് കുറച്ച് കഴിയുമ്പം ഇത് ഹാങ് ചെയ്ത് നിൽക്കുന്നതിനെ കൊണ്ട് ഡബിൾ സൈഡ് ടാപ്പിൻ്റെ മുകളിൽ അത് വിട്ട് താഴെ പോകുകയായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇപ്പം ഫോൺ ചാർജേഴ്സ് കണക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ അത് ലൂസായിട്ട് ഊരിപ്പോകുമായിരുന്നു ഫോൺ ചാർജേഴ്സൊക്കെ. അപ്പം അതിനൊരു സൊല്യൂഷൻ ആലോചിച്ചപ്പോഴാണ് എന്തുകൊണ്ട് സൈഡിൽ മൗണ്ട് ചെയ്യാൻ പറ്റിയിരുന്നത്. അങ്ങനെ ഞാൻ ബാംബു ലാബ്സിൻ്റെ മേക്കർ വേൾഡ് വല്ല മോഡൽസും ഉണ്ടോ എന്ന് തപ്പി. അപ്പം എനിക്കതിലൊരു സാറ്റിസ്ഫൈഡ് എൻ്റെ ഒരു ഇതിലുള്ളൊരു ഡിസൈൻ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചെന്നാൽ പിന്നെ ഡിസൈൻ ചെയ്തെടുത്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പവർ സോക്കറ്റ് നോക്കിയപ്പോൾ അതിൻ്റെ ബാക്കിൽ മറ്റേ സ്ക്രൂസ് വെച്ചിട്ട് ഫിക്സ് ചെയ്യാനുള്ളൊരു മൗണ്ട് പോലത്തെ ഇത് കണ്ടു. അപ്പം അത് യൂസ് ചെയ്ത് ടേബിളിൻ്റെ മുകളിലേക്ക് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഡിസൈൻ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് സൈഡിൽ മൗണ്ട് ചെയ്യാമെന്ന് തോന്നി. അങ്ങനെ ഞാനിരുന്ന് കുറച്ച് വരച്ചൊക്കെ നോക്കി ഒരു ഡിസൈൻ ഫൈനലൈസ് ചെയ്തു. അതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് എൻ്റെ മെഷർമെൻറ്റ്സും ഇതൊക്കെ മാർക്ക് ചെയ്തു. അങ്ങനെ ഓട്ടോഡെസ്കിൻ്റെ ഫ്യൂഷൻ ഓപ്പൺ ചെയ്ത് നേരെ ഡിസൈനിങ് തുടങ്ങി. കുറച്ച് പരിശ്രമത്തിന് ശേഷം ഞാൻ ഈ ഒരു ഡിസൈനിൽ ഫൈനലൈസ് ചെയ്തു. ഞാൻ മോഡലിൽ കുറച്ച് സ്ക്രൂ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പം കറക്റ്റ് അത് ഫിറ്റാവുന്നത് ഇതില്ലാന്ന് ചിലപ്പം മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പിന്നെ വേറെ പ്രിൻ്റ് ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചതിനെ കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഒരു 4-5 സ്ക്രൂ ഹോൾസ് ഇട്ട് വെച്ചത്. ഇനി നേരെ മോഡൽ സേവ് ചെയ്തിട്ട് ബാംബു ലാബ്സിൻ്റെ ബാംബു സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് മോഡൽ അതിലേക്ക് ലോഡ് ചെയ്തു. മോഡൽ ലോഡ് ചെയ്ത് ലെവലൊക്കെ ചെയ്ത് സ്ലൈസ് ചെയ്തപ്പം ഏകദേശം 31 ഗ്രാമാണ് കാണിക്കുന്നത്. ഇത് 1 മണിക്കൂർ 20 മിനിറ്റ് എടുക്കും പ്രിൻ്റ് മൊത്തം ചെയ്യാൻ. ഇത് ഞാൻ സപ്പോർട്ട് വെച്ചാണ് പ്രിൻ്റ് ചെയ്യുന്നത്. കാരണം കുറച്ച് ഹാങ്ങിങ് പീസസ് ഉണ്ട്. അപ്പം അത് ഡിസൈൻ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. കാരണം ഹാങ്ങിങ് പീസസ് ഉണ്ടെങ്കിൽ സപ്പോർട്ടോട് പ്രിൻ്റ് ചെയ്യേണ്ടി വരും. അപ്പം നേരെ പ്രിൻ്റ് കൊടുക്കാം. അങ്ങനെ മോഡൽ പ്രിൻ്റ് ചെയ്ത് കിട്ടി. ഇനി അതിൻ്റെ സപ്പോർട്ട്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇനി സ്ക്രൂ ഹോളിൽ ഒരു സ്ക്രൂ ഫിറ്റ് ചെയ്യാം. ഇനി ഇത് സോക്കറ്റിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യും. മൗണ്ടിൻ്റെ ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു ഡബിൾ സൈഡ് ടാപ്പിന് ചെറിയൊരു പീസ് വെച്ചിട്ടുണ്ട്. എനിക്കത് ടേബിളിൽ ഡ്രില്ല് ചെയ്ത് വെക്കാൻ താല്പര്യമില്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്തത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.